ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാല ബോണ്ടയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടാ. അപ്പോൾ മസാല ബോണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം വലുതായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ അത് പകുതിയാക്കി ഇട്ടിട്ടുള്ളതാണ്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് അത് പൊങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ അത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഞാനത് 4 വിസില് അടിച്ചിട്ട് ഫുൾ ആവി പോയതിനു ശേഷം തുറന്നത് കേട്ടോ. 3 വിസിൽ മതിയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരു കഷ്ണം നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചൂടൊന്ന് പോയിട്ട് തൊലി കളഞ്ഞതിന് ശേഷമായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പൊ നന്നായി വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റി. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് നീളത്തില് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അതും ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു പച്ചമുളക് കണ്ട ചെറുതായി കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 എണ്ണൊക്കെ ആവാട്ടെ. ഞാൻ 1 എടുത്തിട്ടുള്ളൂ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സബോള ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഒന്ന് ഇളക്കി എടുത്താലും മതി കേട്ടോ. എല്ലാം വെന്തിട്ടുള്ളതാണ്. ഇനി ആ മസാല ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് യോജിച്ച് വരണം, അത്രയും മതി. അപ്പോൾ മസാല ബോണ്ടക്ക് വേണ്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നോർമൽ വാട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇഡ്ഡലി മാവിന്റെ ഒരു ബാറ്റർ ഇല്ലേ, ആ ഒരു ബാറ്ററിന്റെ കട്ടിക്ക് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാനായിട്ട്. അപ്പൊ വെള്ളത്തിന്റെ കണക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഓരോരുത്തർ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത്രയും മതി, ഈ ലൂസിൽ വേണം കിട്ടാനായിട്ട്. അപ്പൊ മസാല ബോണ്ടക്കുള്ള ബാറ്ററും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും മസാല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്രയും വലുപ്പത്തിലാണ് എടുക്കുന്നുള്ളൂ. എല്ലാം അതുപോലെ ഒന്ന് ബോളുകളാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മസാലയിൽ നിന്ന് 10 ബോളാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാന് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരണം. എണ്ണ ചൂടായി വന്നാല് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോ ബോണ്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു മസാല ബോണ്ടയുടെ ഉള്ളിലുള്ളതെല്ലാം വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ പുറം ഭാഗം മാത്രം ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. 2 ഭാഗം ഒന്ന് മൊരിഞ്ഞെന്ന് കണ്ടാല് ഒന്ന് കോരിയെടുക്കാം. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ ഒരു മസാല ബോണ്ട നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞാലും നമുക്ക് വൈകുന്നേരം ഒരു ചായയുടെ സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടാ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടാ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു മസാല ബോണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ.
പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം, ഹൈപ്പ് ചെയ്യണം കേട്ടാ. നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്